നല്ല കഥാബുക്കുകളാണല്ലോ. നല്ല നല്ല കഥകൾ, ഭംഗിയുള്ള ചിത്രങ്ങൾ. ആരാ ഇതിലെ കഥയൊന്ന് വായിക്കുക? പൊന്മുട്ടയിടുന്ന താറാവ്. ഒരു കൃഷിക്കാരന് സുന്ദരിയായ ഒരു താറാവ് ഉണ്ടായിരുന്നു. അയാൾക്ക് അതിനെ വലിയ ഇഷ്ടമായിരുന്നു. അത് മുട്ടയിടാൻ തുടങ്ങി. കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടു. സ്വർണ്ണ മുട്ട. ഓരോ ദിവസവും ആ താറാവ് ഓരോ സ്വർണ്ണ മുട്ടയിട്ടു. കൃഷിക്കാരൻ അതു വിറ്റ് സുഖമായി കഴിഞ്ഞു. എന്നാൽ കൃഷിക്കാരൻ അത്യാഗ്രഹിയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ. ഈ താറാവിന്റെ വയറ്റിൽ നിറയെ സ്വർണ്ണ മുട്ട ആയിരിക്കും. അതൊരു മിച്ചു കിട്ടി. ഇയാൾ പെട്ടെന്നു പണക്കാരനാകാം. പിന്നെ താമസിച്ചില്ല, അയാൾ താറാവിനെ കൊന്നു. പക്ഷേ വയറു കീറി നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ഒരു സ്വർണ്ണ മുട്ട പോലും. ഇനി എന്തു ചെയ്യും? പൊന്മുട്ട താറാവിനെ അയാൾ കൊന്നില്ലേ? എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്? ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, സ്നേഹമുള്ള, സമഭാവനയുള്ള, മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ പുസ്തകങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വായന ദിനം എന്നതിനെ തിരിച്ചു വായിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. വായന ദിനം ദിനവായന ആരംഭിക്കാനുള്ള ഒരു രീതി കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഒരു സന്ദേശമായിട്ട് നൽകാനുള്ളത്. വായന ദിനമല്ല, ദിനവായനയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ വല്ലാത്ത കോവിഡിന് ശേഷം പ്രത്യേകിച്ചും സ്ക്രീനിൽ അഡിക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് വേറെ എൻഗേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്ക്രീൻ വായന
എത്രമാത്രം അനുകൂലമാണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുട്ടികളെ 16 വയസ്സായ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് അകറ്റണമെന്ന് പാർലമെന്റിൽ നിയമം പാസ്സാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കുട്ടികൾ സ്ക്രീനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ കുട്ടികളുടെ താല്പര്യം ജനിപ്പിക്കാനുള്ള വായന തന്നെയാണ് തീർച്ചയായും പറ്റുക. അപ്പോൾ ഒരു ദിവസം ഇത്രയെങ്കിലും വായിക്കുക എന്നൊരു ചാലഞ്ച് നമ്മളുടെ കുട്ടികളിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അതൊരു നല്ല നീക്കമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാൻ മക്കളെ, 13 വയസ്സിന് മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഗൗരവമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായി ഗവേഷകർ കണ്ടെത്തി. 1,00,000 കുട്ടികളിൽ നടന്ന സാപ്പിയൻ ലാബ്സിന്റെ ദ ജേർണൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് കാപ്പബിലിറ്റീസ് എന്ന ഗവേഷണ പ്രബന്ധത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്ന പ്രായം എത്ര കണ്ട് കുറവാണോ അത്ര കണ്ട് മോശമായിരിക്കും അവരുടെ മുന്നോട്ടുള്ള മാനസിക ആരോഗ്യം. വളരെ കുഞ്ഞാകുമ്പോഴേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയവർക്ക് ആത്മഹത്യാ പ്രവണത, ആക്രമണ സ്വഭാവം, മാനസിക വിഭ്രാന്തി എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കം വികസിച്ചിട്ടില്ല എന്നാണ് ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മൊബൈൽ ഫോൺ പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കൂ, നമ്മൾ ഈ നാടാകെ പുസ്തക കൂടുകൾ ഒരുക്കി. 350 വീടുകൾ, 4000-ഓളം പുസ്തകങ്ങൾ. 3 പുസ്തകങ്ങൾ ഒരുക്കാൻ പറഞ്ഞപ്പോ 30, 50, 60 പുസ്തകങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ അത് ഹൃദയത്തിൽ ഏറ്റെടുത്തു. ആർക്കും അസൂയ തോന്നും വിധം. എന്നിട്ട് എത്ര നാളത്തെ അധ്വാനങ്ങൾ, എത്ര കഠിനമായ നാൾ വഴികൾ. എന്നിട്ടോ നിങ്ങൾ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും അതെവിടെയോ വിട്ടു കളഞ്ഞു. മനസ്സിൽ തട്ടുന്ന പുസ്തകങ്ങൾ ഓരോ കുട്ടിക്കും, ഓരോ വീടിനും, ഓരോ രക്ഷിതാവിനും വേണമെന്നിരിക്കെ നിങ്ങൾ ആ 6 ഇഞ്ച് ഫോണിനുള്ളിൽ ചുരുണ്ടുകൂടി അതിന്റെ മാസ്മരിക വർണ്ണ വെളിച്ചം നിങ്ങളെ ആകെ വരിഞ്ഞു മുറുക്കി. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പോലും അത് തടവറയിലാക്കി. എന്നിട്ടോ നിങ്ങളെ കുഞ്ഞുങ്ങളെ പോലും അതിൽ മുക്കിക്കൊല്ലുന്നു. ഓരോ അമ്മമാരും ഓർക്കണം, ഓരോ അച്ഛന്മാരും ഓർക്കണം, ഇന്നാണ് മുഖ്യം, നാളെയല്ല. ഇന്നു കഴിഞ്ഞിട്ടാണ് നാളെ. ഇന്നിൽ നിന്നാണ് നമ്മൾ നാളേക്ക് പുറപ്പെടുന്നത്. ഇന്നത്തെ വായനയാണ് മുഖ്യം. നിങ്ങൾ വായിക്കണം, നിങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടികളും വായിക്കണം. നമുക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നല്ലൊരു ആയുധമായി നമ്മളിലൂടെ അത് പുനർജനിക്കണം. വായന, അതിനാണ് എന്റെ പുസ്തകക്കൂട്, നമ്മുടെ പുസ്തകക്കൂട്. മറക്കാതിരിക്കുക. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻകണം, അറിവിന്റെ തേൻകണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻകണം, അറിവിന്റെ തേൻകണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം.
നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ മുദ്ര തഴുകുന്നവരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ മുദ്ര തഴുകുന്നവരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു പുലർച്ചോലയായി ഒഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു പുലർച്ചോലയായി ഒഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നു